ഹലോ, എന്താണ് എല്ലാവരുടെയും വിശേഷമൊക്കെ? എൻ്റെ വിശേഷം കുറച്ച് കോമഡിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഡയറ്റൊക്കെ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടൊക്കെ തുടങ്ങിയാണ്. പക്ഷേ അലാം അടിഞ്ഞിട്ട് ഞാനത് ഓഫ് ചെയ്ത് 1.5 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങി. ശരിക്കും എനിക്ക് ആ ഉറക്ക് വേണ്ടതായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ നൈറ്റ് ശരിക്കും ഉറങ്ങിയില്ല. എനിക്കിങ്ങനെ ചെറിയൊരു ഹെഡേക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ കുറച്ചധികം വെയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഉച്ചയ്ക്കുള്ള നട്ടപ്പൊരി വെയിലുണ്ടല്ലോ, അത് കൊണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈവനിങ്ങിലേ ഈ സൈഡ് മൊത്തമായിട്ടൊരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നൈറ്റ് ആയപ്പോൾ എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. തൊണ്ടയൊക്കെ വേദനിക്കുക, തൊണ്ടയ്ക്കും ചെറിയ നീരിറക്കത്തിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ നൈറ്റ് ഉറങ്ങാൻ കിടന്നിടത്തുനിന്ന് ഞാൻ വീണ്ടും എണീറ്റ് സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടാണ് പിന്നെയും കിടന്നത്. അപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ എണീറ്റ സമയത്ത് കുറച്ച് സമയം ഫോണിൽ ഇങ്ങനെ കളിച്ചിരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം പോയി. അതുകൊണ്ടാണ് എണീറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഉറക്കം പോയപ്പോൾ ഉറക്കം വരുന്നവരെ കളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ എനിക്ക് തീരെ വരുന്നില്ലായിരുന്നു. അപ്പോൾ ഓക്കെ, നമ്മൾ കുറച്ച് ലേറ്റായി, കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ പ്ലാനൊക്കെ കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഉണ്ടാക്കി വെച്ച ഡ്രിങ്കൊക്കെ ഒന്ന് കഴിക്കുക, പിന്നെ ഇനിയിപ്പം നിസ്കരിക്കണം എന്ന് വെച്ചാൽ സമയത്ത് ഒരുപാട് ലേറ്റായി. എന്തായാലും എനിക്ക് കുറച്ച് സമയം ഇരുന്ന് ഖുർആൻ ഓതുന്ന എന്താണെന്ന് വെച്ചാൽ ചിലർക്കൊക്കെ ഒരു ഹോബി ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും ബുക്സൊക്കെ വായിക്കുക, എന്തെങ്കിലും ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അതാണ് അങ്ങനെയുള്ള കാര്യം. പക്ഷേ എനിക്ക് ബാക്കിയുള്ള പുസ്തകങ്ങളൊക്കെ ഇരുന്ന് വായിക്കാനുള്ള ഒരു മൂടുള്ള ആളൊന്നുമല്ല ഞാൻ. പക്ഷേ ഖുർആൻ ഓതുമ്പോൾ ഞാൻ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് ഓതിക്കും. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, അത് ഓതും. പിന്നെ എന്തായാലും വാക്കിങ് മറ്റേ നമ്മളുടെ വർക്കൗട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. മോന് നടക്കാൻ പോകും. ഇപ്പം നേരെ വെളുത്ത് പോയതുകൊണ്ടാണ് അവനെന്തായാലും നടക്കാൻ, എനിക്ക് നടക്കാൻ കഴിയില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാം. ഇനി കിച്ചണിലെ പരിപാടികളൊക്കെ കാണാം. ഓക്കെ, കീപ് വാച്ചിങ്. ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു അഫ്സീസ് വേൾഡ്. ഇറ്റ്സ് മീ അഫ്സി. ഇന്നലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് കട്ട് ചെയ്തു, ചിക്കൻ ക്ലീൻ ചെയ്തു, ഉലുവ ജീരകം എല്ലാം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചിയാ സീഡ് കുതിർത്ത് വെച്ചു, ചപ്പാത്തി മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ തന്നെ ചെയ്തു വെച്ചോണ്ട് ഇന്നിപ്പം ഞാൻ കുറച്ച് ലേറ്റായി എണീറ്റാലും എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ ഈസി ആയിട്ട് നോർമൽ ആ ഒരു സ്പീഡിൽ എനിക്ക് പോകാൻ പറ്റും കേട്ടോ. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം നമ്മളുടെ ഉലുവ ജീരകം അതിലിടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാലൊന്നുകൂടെ പറഞ്ഞുതരാം. ഉലുവ ജീരകം ഓരോ സ്പൂൺ വെച്ചിട്ടിട്ട് അതിലേക്ക് ചെറിയ കഷ്ണം പട്ട, ചെറിയ കഷ്ണം ഇഞ്ചി, ശർക്കര വെച്ചിട്ട് നമ്മളതൊന്ന് തിളപ്പിച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചിയാ സീഡ് 1 സ്പൂൺ ലെമൺ ജ്യൂസും 1 സ്പൂൺ ഹണിയും കൂടെ ചേർത്തിട്ട് പിന്നെ 1 സ്പൂണ് ചിയാ സീഡ് കുതിർത്തിട്ടാണ് കുടിക്കുന്നത് കേട്ടോ. ഇപ്പം സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ 1 സ്പൂണാണ് ചിയാ സീഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഞാൻ 2 ടേബിൾ സ്പൂൺ ആക്കി മാറ്റും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളുടെ ഡൈജഷനൊക്കെ അത് ബാധിക്കും പെട്ടെന്ന് വലിയ ക്വാണ്ടിറ്റിയിൽ അത് കുടിച്ചാൽ. പിന്നെ ഞാൻ വേഗം പോയി നിസ്കരിച്ച് എൻ്റെ ഓതലൊക്കെ കഴിഞ്ഞു. ഇതെനിക്ക് എത്ര ടൈമില്ലെങ്കിലും സുബഹി നിസ്കരിച്ചതിന് ശേഷം ഒരു 2 പേജസ് ഞാൻ ഓതും. സമയമുണ്ടെങ്കിൽ കുറച്ചധികം ഓതോട്ട് ഇരുന്നിട്ട്. എനിക്ക് എന്തായാലും ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് എൻ്റെ ഒരു ഡേക്ക് വേണം എന്നുള്ളത് കുറച്ച് നിർബന്ധമാണ്. ഇങ്ങനെ ആയാൽ തന്നെ എല്ലാവർക്കും അറിയാം ഇത് ഭയങ്കര റിഫ്രഷ്മെൻ്റാണ് നമ്മളുടെ ഒരു ഡേക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എത്ര ലേറ്റ് ആയാലും ഞാൻ ലേറ്റായി എണീറ്റാലും എനിക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തിരിക്കും കേട്ടോ. നമ്മളുടെ ഡ്രിങ്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ നമ്മളുടെ ആശാമാർ ഇവിടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ ദിനം ഓടുന്നുണ്ട് കേട്ടോ. എന്തിനാന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതൊക്കെ ആവേശത്തിന്, അതായത് തുടക്കത്തിൻ്റെ ആവേശമാണ്. അതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിൽക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ എൻ്റെ വർക്കൗട്ട് ഇപ്പോഴല്ല ചെയ്യുന്നത്, ഈവനിങ്ങിലാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് വന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ്. മുട്ട എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ പഴം 2 സൈഡും കട്ട് ചെയ്തിട്ട് അത് വെച്ച് കൊടുത്തു കേട്ടോ. അത് വെച്ചപ്പോഴാണ് ഞാൻ ഓർക്കണേ മുട്ട അടിയിലായി പോവും, ചിലപ്പോൾ നന്നായിട്ട് പൊട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന്. നമ്മളിപ്പോൾ എങ്ങനെ വെച്ചാലും മുട്ട പൊട്ടേണ്ടത് തന്നെ ചെയ്യും. എന്നാലും ഒരു സേഫ്റ്റി എന്നുള്ള നിലയ്ക്ക് ചിലപ്പം ഒരെണ്ണമൊക്കെ പൊട്ടാറുള്ളൂ, ബാക്കിയെല്ലാം എനിക്ക് നല്ലപോലെ കിട്ടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ആശാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കിതച്ച് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഫ്ലെയിം, ഈ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് ദിവസമായിട്ട് ചെറുതായിട്ട് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ അതിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് കത്തുന്നുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്ക് തന്നെ. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. നമ്മളുടെ പഴവും പപ്പായയും പിന്നെന്താ
നമ്മുടെ മുട്ടയൊക്കെ ആയിട്ട് അങ്ങനെ കളർഫുള്ളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ്. അതിൻ്റെ കൂടെ ഞാൻ ഡ്രിങ്കും കുടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഡ്രിങ്ക് ലേറ്റായി എണീറ്റുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് കുടിച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളൊരു സമയമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ചെറുതായിട്ട് വിശപ്പുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് കഴിച്ച് പകുതി ആയപ്പം ഒരു 3/4 പോർഷൻ ആയപ്പോഴത്തേക്ക് എനിക്ക് മതി എന്നുള്ളൊരു രീതി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ ചിയാ സീഡൊക്കെ നമ്മുടെ ബോഡിയിൽ എഫക്റ്റായി തുടങ്ങിയിട്ടുണ്ടാവും. ഫുഡിനോടുള്ള ആക്രാന്തം കുറച്ച് കുറഞ്ഞു കേട്ടോ. ചിയാ സീഡ് കഴിക്കുന്നതിൻ്റെ ഒരു ഗുണമാണത്. ഇന്ന് മനുവിന് മാത്രമേ ക്ലാസ് ഉള്ളൂ. ക്ലാസ് അല്ല, ഇപ്പോൾ അവർക്ക് എക്സാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ദിനുവിനില്ല. അപ്പോൾ പോകാൻ നേരം എനിക്കൊരു ഉമ്മയൊക്കെ തന്നിട്ടാണ് കേട്ടോ ആശാമാർ രണ്ടാളും പോകാറുള്ളത്. അതിപ്പോൾ ക്ലാസ്സിൽ പോവുകയാണെങ്കിലും ഉറങ്ങാൻ പോവുകയാണെങ്കിലും ഒരു ഉമ്മ എനിക്ക് മസ്റ്റായിട്ട് തരണം, ഇല്ലെങ്കിൽ ഞാൻ പിണങ്ങും. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അവനെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു തലവരി ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഇന്ന് ലഞ്ചിനുള്ള പരിപാടി പെട്ടെന്ന് നോക്കണം. പിന്നെ അതിനിടയ്ക്ക് ഇവർക്ക് ഇനിയിപ്പോൾ മദ്രസ കഴിഞ്ഞ് വന്നാൽ ഒരു വിശപ്പുണ്ട്. അപ്പോഴേക്ക് ഇപ്പോൾ ഓഫ് ഡേ ആയതുകൊണ്ട് ഈ ഓഫ് ഡേ ദിവസങ്ങളാണ് അവർ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കുന്നത്. സാധാരണ ഇപ്പോൾ മദ്രസയിലേക്ക് പോയി അവിടെ നേരെ സ്കൂളിലേക്ക് പോകുന്നതുകൊണ്ട് മദ്രസ വിട്ട് വന്നിട്ടൊന്നും കഴിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ സാറ്റർഡേ ദിവസങ്ങളിൽ ഞാൻ അവർക്ക് മദ്രസ വിട്ട് കഴിഞ്ഞാൽ വന്നിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് ഒന്ന് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ചപ്പാത്തിക്കാണ് കുറച്ചും കൂടെ ഇഷ്ടം. ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ കറി വെക്കുന്നുണ്ട്. ചിക്കൻ കറി എന്തിനാ ഇപ്പോൾ ഡയറ്റിലായി വെക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ആക്ച്വലി ഞാൻ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ഡയറ്റിൻ്റെ കാര്യം മറന്നു. ഡയറ്റിലാണല്ലോ എന്നുള്ളത്. പിന്നെന്താ, ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ കറി വെച്ച് കഴിക്കുന്നത് പൊരിച്ചതോ വറുത്തതൊന്നും അല്ലല്ലോ. അപ്പോൾ കറി വെച്ച് ഒരു ഉപ്പേരി ഉണ്ടാക്കി ചോറ് വെക്കണം. അതുകൊണ്ട് തന്നെ കിച്ചൺ പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ. ഇനി നമ്മളുടെ ലഞ്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇന്നലെ തന്നെ ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ക്യാബേജും ക്യാരറ്റും ഒക്കെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കറിക്കും ഉപ്പേരിക്കൊക്കെ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ എക്സ്ട്രാ എടുത്തിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇതിൽ കൂടെ ഉള്ളിയും കൂടെ ഒന്ന് കഴുകിയെടുക്കണം. ഞാൻ ഇന്നലെ ഉള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടേ ഉള്ളൂ. അത് ആ ടൈമിൽ വെള്ളത്തിൽ കുതിർത്തിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ ചിലപ്പം ഓവർനൈറ്റ് ഇരുന്ന് അത് ചീച്ചിൽ വന്നാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അപ്പം കഴുകി വെക്കാഞ്ഞത്. കാരണം അത് ചിലപ്പോൾ ഞാനിത് ഒരു ഡേ ഫുഡിൽ കഴിക്കാനുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടിട്ട് രാത്രി വരെ കഴിക്കാനുള്ളതാണ്. ഒറ്റ കറിയാണ് ഉണ്ടാക്കുക. അത് ഉച്ചക്കും രാത്രി അത് തന്നെ ആയിരിക്കും. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ വേറെ എന്തെങ്കിലും കറി വെക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അത്രയും സമയം ഇരിക്കുമ്പോഴേക്ക് ചിലപ്പം ഉള്ളിൽ ചീച്ചിൽ വന്നു കഴിഞ്ഞാൽ കറി അങ്ങ് ഫുള്ളായിട്ട് കേട് വരുമല്ലേ. അത് പേടിച്ചിട്ടാണ് ഞാൻ ഇന്നലെ കഴുകാണ്ട് വെച്ചത്. ഇന്നലത്തെ കഴുകുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഓരോന്നെടുത്ത് ക്ലീൻ ചെയ്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ടൊമാറ്റോ ഒക്കെ എടുത്തിട്ട് ടൊമാറ്റോയും പിന്നെ നമ്മളുടെ പച്ചമുളകും ഒക്കെ ഇങ്ങനെ ഞാനൊരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ വെക്കുന്ന കറി കുറച്ച് ടേസ്റ്റിന് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അല്ലാതെ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടും കറിയാവും. പക്ഷേ ഇതിന് ചെറിയൊരു ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ഇടിക്കുന്നതുകൊണ്ടാണ് ഇതിലിടാത്തത്. അല്ലെങ്കിൽ ഞാൻ അതും കൂടെ ഇങ്ങനെ ചതച്ചെടുത്തിട്ടാണ് ചെയ്യാറ്. അതിങ്ങനെ അരിഞ്ഞിടാറില്ല. പിന്നെ ഞാനിതാ നമ്മളുടെ ചോറും കൂടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ചൂടായി വന്നപ്പോൾ അതിലേക്ക് അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുവരെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്നതിൽ ഒരു കാക്ക കരയുന്ന സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആളവിടെ മാവിൻ്റെ കൊമ്പിലിരുന്നിട്ട് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനിപ്പോൾ ആളൊന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എപ്പോൾ തിരിച്ചു വരുമെന്ന് അറിയില്ല. ഈ പകൽ സമയത്താണ് ഞാനിപ്പം വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ടൈമിൽ വോയിസ് ഓവർ കൊടുക്കുമ്പം കാക്കയും കോഴിയും ഒക്കെ ഉണർന്നിരിക്കുന്ന സമയമാണല്ലോ. സാധാരണ എന്നെ കോഴിയാണ് ശല്യം ചെയ്യാറ്. ഇന്നിപ്പോൾ കാക്കയാണ്. ഞാൻ ഇവരൊക്കെ
ഉറങ്ങിയിട്ട് രാത്രിയിലാണ് സാധാരണ ഞാൻ വോയിസ് ഓവർ കൊടുക്കാറ് കേട്ടോ. ഒരാൾ ഞാൻ അടിച്ചു വരുന്നതിന് ഇടയ്ക്ക് കിടന്ന് പേപ്പർ പെറുക്കുന്ന കാണുന്നില്ല, ഞാൻ നല്ല ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബുക്കിലെ പേപ്പറൊക്കെ ഇങ്ങനെ ഇതുപോലെ റഫ് പേജാണ്, അതൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഓരോന്ന് ഉണ്ടാക്കുക, ചുമ്മാ ഗമ്മ് വെച്ച് ഒട്ടിക്കുക, എന്നിട്ട് അതിങ്ങനെ കളഞ്ഞിടുക. അതെനിക്ക് നല്ല ദേഷ്യമുള്ള കാര്യമായിട്ടോ, അതിന് ഞാൻ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ബെഡ് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മളുടെ ക്ലീനിങ് പരിപാടിയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചപ്പാത്തി റെഡിയാക്കി കൊടുക്കുന്നത് കേട്ടോ. ആശാമാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് 5-6 ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കാറ്. എന്തിനാണ് ഇങ്ങനെ എണ്ണി ചുടുന്നതെന്ന് ചോദിച്ചാൽ, അവർ ബാക്കിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാനത് കഴിക്കേണ്ടി വരും, എനിക്ക് ചുമ്മാ കളയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ എണ്ണി ചുടുന്നത്. അതിന് നിങ്ങൾ ആരും ഒന്നും കരുതരുത് കേട്ടോ. നമ്മളിങ്ങനെ ഈ ന്യൂക്ലിയർ ഫാമിലിയൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും, ആവശ്യത്തിനുള്ള ഫുഡ് മാത്രം ഉണ്ടാക്കുക, അല്ലാതെ വേറെ നിവർത്തിയില്ല. ഞാനിങ്ങനെ എന്താ പറയുക, ഫുഡ് ഒഴിവാക്കാനുള്ള മടി എത്രത്തോളം ഉണ്ടെന്ന് എൻ്റെ ബോഡി ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കുറച്ചും കൂടെ സ്ലിമ്മായിട്ട് ഇരുന്നതായിരുന്നു, ഇപ്പോൾ നല്ല തടിച്ചുണ്ടപ്പക്കുറമായിട്ടുണ്ട്. നമ്മളുടെ ചോറും ചപ്പാത്തിയും കറിയും ഉപ്പേരിയും ഒക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മളുടെ കിച്ചൺ അങ്ങ് ക്ലോസ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ഞാൻ കിച്ചൺ ക്ലോസ് ചെയ്ത് അങ്ങോട്ട് പോയപ്പോഴാണ് ഒരു ആശാൻ പറയുന്നത്, ഇതാ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ചെല്ലാൻ വേണ്ടിയിട്ട് ഇന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ ഞാനും ഇതിനും കൂടെ ഓടിപ്പിടിച്ച് എല്ലാം കൂടെ സംഘടിപ്പിച്ചതായി ഇങ്ങനെ ഒരു പരുവത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. അവൻ ഈ പമ്പരം കണ്ടിട്ട് ഭയങ്കര സന്തോഷമെടുത്ത്, ഇങ്ങനെ കറങ്ങുന്ന കണ്ടിട്ട് ആദ്യമായിട്ട് അവനിങ്ങനെ ഒരു പമ്പരം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെ. ഇതെന്താ ഇങ്ങനെ കറങ്ങുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്നോട്. അവൻ എന്തോ ഒരു അത്ഭുതം പോലെ അവന്, നമ്മളൊക്കെ ഇത് വെച്ച് എത്രയോ കളിച്ചതാണല്ലോ അല്ലേ. എൻ്റെ ഇന്നത്തെ ഹരിവരയായിട്ടുള്ള ഈ മോർണിംഗും ഇന്നത്തെ റൊട്ടീനൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ബൈ.